കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഞെട്ടിച്ച ഭീകരാക്രമണത്തിൻ്റെ തിരിച്ചടിയെന്നോണം കാലങ്ങളായി നിലനിൽക്കുന്ന സിന്ധു നദീ കരാർ റദ്ദാക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിക്കുകയുണ്ടായി. ഉറി ആക്രമണ സമയത്ത് തന്നെ രക്തവും ജലവും ഒരുമിച്ചൊഴുകില്ല എന്ന ശക്തമായ മറുപടി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പറഞ്ഞു വച്ചിരുന്നു. പാകിസ്ഥാൻ്റെ പല നടപടികളുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഈ കരാറിൻ്റെ റദ്ദാക്കൽ സാധ്യതകളെ ഇന്ത്യ നിരീക്ഷിക്കുന്നുമുണ്ട്. സിന്ധു നദീതട വ്യവസ്ഥ എന്നത് പ്രധാനമായും 6 നദികൾ കൂടിച്ചേർന്നതാണല്ലോ. ഈ സിന്ധു നദീതട വിസ്തൃതി എന്നത് 11,65,000 സ്ക്വയർ കിലോമീറ്ററിലും അധികവുമാണ്. അപ്രകാരം ലോകത്ത് ഏറ്റവും അധികം ജലം വഹിക്കുന്ന നദികളിൽ 21ാം സ്ഥാനമാണ് സിന്ധുവിനുള്ളത്. അതായത് സിന്ധുവും പോഷക നദികളും ചേർന്ന് വലിയൊരു സിസ്റ്റം തന്നെ രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി പ്രാചീന കാലം മുതൽ തന്നെ ഈ മേഖലകൾ മനുഷ്യരുടെ വാസസ്ഥലമായി മാറുകയും ഒക്കെ ചെയ്തു. ഇന്ന് പാകിസ്ഥാൻ്റെ ജീവനാഡിയായി കൂടി സിന്ധുവിനെ കണക്കാക്കുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ നദികളെ ഉൾപ്പെടുത്തി കൂടുതൽ മേഖലകളിലേക്ക് ജലസേചനം നടത്താനായി ഗംഭീരവും സങ്കീർണവുമായ ബൃഹത്തായ കനാൽ ശൃംഖലകൾ തന്നെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങളുണ്ടായപ്പോൾ ദേശങ്ങൾ മുറിക്കപ്പെട്ടതുപോലെ ആ കനാൽ ശൃംഖലകളും 2 രാജ്യത്തായി മാറുകയുണ്ടായി. പിന്നീട് വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ സിന്ധു നദീതടത്തിലെ ജലം എങ്ങനെ പങ്കുവെക്കണം എന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചർച്ചകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുകയുണ്ടായി. ഏതാണ്ട് 8 വർഷത്തോളം കാലം ഇത്തരത്തിൽ ചർച്ചകൾ നടന്നു. ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റായ അയൂബ് ഖാനും തമ്മിൽ ഒരു കരാർ 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് ഒപ്പുവയ്ക്കുകയുണ്ടായി. സന്ധി അനുസരിച്ച് കിഴക്കൻ നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യയ്ക്ക്, പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചെനാബ്, ജലം എന്നിവ പാകിസ്ഥാന്, പടിഞ്ഞാറൻ നദികളിലെ 20% ജലം ഇന്ത്യയ്ക്ക് ഉപയോഗിക്കാനുമാവും. ഇന്ത്യയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുള്ള കിഴക്കൻ നദികളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പാകിസ്ഥാനുമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കൂടുതൽ ഡാമുകളും പദ്ധതികളുമൊക്കെ നടപ്പാക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചതായി കാണാവുന്നതാണ്. പാകിസ്ഥാൻ നിരന്തരം പല കാരണങ്ങൾ ഈ കരാറിൻ്റെയൊക്കെ ഫലത്തിൽ സൃഷ്ടിച്ച് ഇത്തരം ജലവൈദ്യുത പദ്ധതികളോ അല്ലെങ്കിൽ മറ്റ് ഡാമുകളുടെയോ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ നോക്കിയതായി കാണാം. കിഴക്കൻ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കാണെന്നിരിക്കെ ഇതൊക്കെ മാറേണ്ടത് തന്നെയാണ്. കരാർ ഇല്ലാതാകുന്നതോടെ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങളും ചർച്ചകളുമൊക്കെ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഭൂപ്രകൃതി അനുസരിച്ച് സിന്ധു, ചെനാബ്, ജലം തുടങ്ങിയ നദികളെ എങ്ങനെ തടയും എന്നൊരു ചോദ്യവുമുണ്ട്. ഭൂപ്രകൃതി വെച്ച് നോക്കിയാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. രവി നദിയുടെ പോഷക നദിയായ ഉജ്ജിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു മൾട്ടിപർപ്പസ് ഡാം പണിയാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി ആവശ്യമായ ഇടം എന്നത് 11,000-ലധികം ഏക്കർ സ്ഥലവുമാണ്. അതിനായി വനപ്രദേശങ്ങളും സർക്കാർ പ്രദേശങ്ങളും ഒക്കെ ആവശ്യവുമാണ്. അങ്ങനെ നോക്കിയാൽ പ്രകൃതിക്കും മറ്റും ഒരുപോലെ ദോഷവും ഗുണങ്ങളും കൂടി കണ്ടെത്താനാവും. പോഷക നദിക്ക് ഇങ്ങനെയെങ്കിൽ കൂടുതൽ ഉയരത്തിലുള്ള നിർണായകമായ നദികളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നത് കൂടുതൽ സങ്കീർണവും വമ്പൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യവുമായ കാര്യങ്ങളായി മാറുമല്ലോ. അപ്രകാരം പൂർണ്ണമായി തടയുക എന്നതൊക്കെ സാധ്യമാവില്ലെങ്കിലും പോഷക നദികളിലും മറ്റും ഡാമുകളിലൂടെ ജല ഒഴുക്കിൻ്റെ നിയന്ത്രണം രാജ്യത്തിന് ഏറ്റെടുക്കാവുന്നതാണ്. കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഭൂപ്രകൃതി വളരെയധികം നിർണായകമാണ്. യുദ്ധങ്ങളാണെങ്കിലും നിയന്ത്രണമാണെങ്കിലും നദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ കൂടി ഇവ പ്രധാനപ്പെട്ടതാണ്. പ്രധാന കാശ്മീർ താഴ്വര എന്നത് പരമാവധി 100 കിലോമീറ്ററോളം മാത്രം വീതി വരുന്ന ഒരു പ്രദേശമാണ്. ഹിമാലയൻ നിരകൾ ലഡാക്ക് മേഖലകളിൽ നിന്ന് കാശ്മീർ താഴ്വരയെ വേർതിരിക്കുന്നു. ദക്ഷിണ പടിഞ്ഞാറ് മേഖലയിൽ പിർപ്പാഞ്ചൽ നിരകളും കാശ്മീർ താഴ്വരയെ വേർതിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 1850 മീറ്റർ ഉയരത്തിലാണ് കാശ്മീർ മേഖലകളെങ്കിൽ അതിനെ ചുറ്റിയിരിക്കുന്ന പിർപ്പാഞ്ചൽ എന്നത് ശരാശരി 5000 മീറ്റർ ഉയരത്തിലാണ്. സത്യത്തിൽ ഇന്ത്യയുടെ മറ്റ് മേഖലകളെയും കാശ്മീരിനെയും വേർതിരിക്കുന്നത് ഈ പിർപ്പാഞ്ചൽ നിരകൾ കൂടിയാണ്. കാശ്മീരിൽ ജലം വലിയ രീതിയിൽ സ്റ്റോർ ചെയ്ത് മറ്റു മേഖലകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ തടസ്സം നിൽക്കുന്നതും ഇതേ മലനിരകൾ തന്നെ. ഇൻഡസ് വാട്ടർ ട്രീറ്റി അനുസരിച്ച് പാകിസ്ഥാന് നൽകപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നദിയായ സിന്ധു നദി മാനസരോവർ തടാക മേഖലകളിൽ നിന്നുത്ഭവിച്ച് ലഡാക്ക് മേഖലകളിലൂടെ ഒഴുകി, കൃത്യമായി പറഞ്ഞാൽ ലഡാക്കിൻ്റെയും കാരക്കോറം നിരകളുടെയും ഇടയിലൂടെ ഒഴുകി കാർഗിൽ മേഖലകളിലെത്തി അവിടെ നിന്ന് ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് ബാൽട്ടിസ്ഥാൻ മേഖലകളിലേക്ക് ഒഴുകി പാകിസ്ഥാനിലേക്ക് എത്തുകയാണ്. ഈ മേഖലകളിലൊക്കെയുള്ള മഞ്ഞുമലകളിൽ നിന്നാണ്
സിന്ധു നദി ജലം സംഭരിക്കുന്നത് എന്ന് പറയാം. രണ്ടാമത്തെ നദിയായ ഝലം ആനന്ദ്നാഗിനടുത്തുള്ള വേരിനാഗിൽ നിന്നുദ്ഭവിച്ച് കാശ്മീർ മേഖലകളിലൂടെ തന്നെ ഒഴുകി ശ്രീനഗറിലൂടെ കടന്നു വന്ന് വൂളാർ തടാകവും കടന്ന് ബാരാമുള്ള ഊറിയൊക്കെ കടന്ന് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ മേഖലകളിലേക്ക് കടന്നെത്തും. ഈ നദിയിൽ നിർമ്മിച്ചിട്ടുള്ള പല ജലവൈദ്യുത പദ്ധതികളാണ് കാശ്മീരിന് ഊർജം പകരുന്നത് എന്ന് പറയാം. മൂന്നാമത്തെ നദിയായ ചെനാബ് ചന്ദ്രഭാഗ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ ലഹോൾ സ്പിതി മേഖലകളിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകുന്ന ചെനാബിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളൊക്കെ പ്രധാനമായും ഇന്ത്യയിൽ തന്നെയാണെന്ന് പറയാം. എന്നാൽ ചെനാബ് ഒഴുകുന്നത് അതിവേഗമാണ്. ഓരോ കിലോമീറ്ററിലും ഏതാണ്ട് 24 മീറ്ററൊക്കെയാണ് ഈ പുഴയുടെ നിരപ്പ് താഴുന്നത് എന്നാണ് കണക്ക്. അപ്രകാരം ഈ പുഴയെ തടഞ്ഞു നിർത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടലുകളും വമ്പൻ സാമ്പത്തികവും ആവശ്യമായ കാര്യമാണെന്ന് പറയേണ്ടതുണ്ട്. സിന്ധു നദീതടത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ കരാറിൻ്റെ ഭാഗമായി ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള ബിയാസ്, രവി, സത്ലജ് എന്നിവയൊക്കെ പഞ്ചാബിൻ്റെയും ഒരു പരിധിവരെ ഹരിയാനയുടെയും കാർഷിക മേഖലയിലും ജലലഭ്യതയിലും നിലവിൽ തന്നെ നിർണായക പങ്ക് വഹിക്കുന്ന ഘടകങ്ങളാണ്. വലിയ രീതിയിൽ തന്നെ ഇന്ത്യ ഈ നദികളിലെ ജലം ഉപയോഗിക്കുന്നുമുണ്ട്. സ്വാഭാവികമായും തുടർന്ന് പുഴയായി ഒഴുകേണ്ടുന്ന രീതിയിലുള്ള ജലം മാത്രമാണ് പാകിസ്ഥാനിലേക്ക് എത്തുന്നത് എന്ന് പറയാം. ഈ നദികളിൽ ഒട്ടേറെ ഡാമുകളും പുതിയ ഡാമുകളുടെ നിർമ്മാണവുമൊക്കെ നടക്കുന്നുമുണ്ട്. അതിനെ പാകിസ്ഥാൻ എതിർക്കാറുമുണ്ട്. കരാർ റദ്ദാക്കുന്നതിലൂടെ ഇന്ത്യക്ക് തോന്നിയ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാം. അതൊരു ഗുണം തന്നെയാണ്. ഡാമുകൾ പ്രകൃതിക്ക് എങ്ങനെ ബാധിക്കും എന്നതൊക്കെ മറ്റൊരു വശത്ത് ചർച്ച ചെയ്യേണ്ടതുമാണ്. ഇത്തരത്തിൽ പെട്ടെന്നൊരു ചോദ്യം വന്നാൽ അല്ലെങ്കിൽ തിരിച്ചടികളൊക്കെ സാധ്യമാവുന്ന ഒരു നദി എന്നത് ജലം നദിയാണ്. പക്ഷേ അപ്പോഴും കാശ്മീരിൽ എങ്ങനെ ഈ പുഴയെ തടഞ്ഞു നിർത്തും എന്നതൊരു ചോദ്യമാണ്. ഡാമുകളൊക്കെ നിർമ്മിച്ച് ജലം തടഞ്ഞു നിർത്തിയാൽ പോലും ഈ ജലത്തെ സംരക്ഷിക്കുക എന്നത് നിർണായകമാണല്ലോ. സമതല മേഖലകളെ പോലെയല്ല കാശ്മീർ ഉള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ആ ജലം എത്തിക്കുക എന്നതും പ്രായോഗികമായി നടപ്പാക്കുക ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ജലം നദിയിൽ വമ്പൻ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ കൊണ്ടുവന്ന് ഡാം നിർമ്മിച്ചാൽ ജലലഭ്യത കുറയുന്ന സന്ദർഭങ്ങളിൽ വെള്ളം തടഞ്ഞു നിർത്താം എന്ന് പറയാം. സ്വാഭാവികമായും രവി നദിയുടെ പോഷക നദിയിൽ നടപ്പാക്കുന്ന ഉജ്ജ് പദ്ധതിയൊക്കെ പോലെ പ്രധാന നദികളെ പരിപോഷിപ്പിക്കുന്ന ചെറുനദികളിൽ ഡാമുകൾ നിർമ്മിക്കുക എന്നത് തന്നെയാവും രാജ്യം സ്വീകരിക്കുന്ന നയം. പറ്റാവുന്ന ഇടങ്ങളിൽ മൾട്ടി പർപ്പസ് പ്രൊജക്റ്റുകളായി രാജ്യത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ നിർമ്മാണങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. ഇനി ഇതിനേക്കാളുമൊക്കെ വലിയൊരു ചോദ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അത് നദികളുടെ ശേഷിയും മാറിവരുന്ന കാലാവസ്ഥാ വ്യതിയാനവുമൊക്കെയാണ്. കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഇരു രാജ്യങ്ങളെയും ബാധിക്കുമെങ്കിലും സിന്ധു നദീതടവുമായി ബന്ധപ്പെട്ട് അത് ഏറെ ബാധിക്കുക പാകിസ്ഥാനെ തന്നെയായിരിക്കും. മറ്റ് മേഖലകളെ അപേക്ഷിച്ച് സിന്ധു നദിയിലൊക്കെ ജലം വരുന്നത് മിക്കതും മഞ്ഞുമലകൾ ഉരുകിക്കൊണ്ടാണ്. കാലാവസ്ഥാ വ്യതിയാനം വരുന്നത് കൊണ്ട് തന്നെ ഗ്ലേഷ്യർ മെൽറ്റിങ്ങിൻ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് പ്രകടവുമാണ്. പാകിസ്ഥാൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ കാരണം ഇന്ത്യയുടെ നടപടികളാണെന്ന സ്ഥിരം പല്ലവിയും നമുക്ക് കേൾക്കാനാവും. പക്ഷേ സിന്ധു നദിയിലെയൊക്കെ സ്ഥിരമായ നീരൊഴുക്ക് പല കാലങ്ങളിലായി കുറയുന്നുണ്ട് എന്നതാണ് പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പാകിസ്ഥാൻ്റെ കൃഷിയിടങ്ങളെ നനയ്ക്കുന്നത് 80% ഈ നദികളിൽ നിന്നുള്ള ജലം വച്ചാണ്. പരമാവധിയിലും അപ്പുറം എന്ന നിലയിലേക്ക് അതിപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. പാകിസ്ഥാൻ്റെ മറ്റ് മേഖലകളിലേക്ക് കൂടെ ജലലഭ്യത കിട്ടാൻ വഴികൾ സൃഷ്ടിച്ചപ്പോൾ ദക്ഷിണ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ നിലവിൽ തന്നെ നേരിടുന്നതായി കാണാം. പണ്ട് സിന്ധു നദിയൊക്കെ കടലിലേക്ക് പ്രവഹിച്ചിരുന്നെങ്കിൽ ഇന്ന് പതനസ്ഥാനത്തിനും കിലോമീറ്ററുകൾ ദൂരം ഉള്ളിലേക്ക് തന്നെ ഉപ്പുജലമാണ്. അത്രമാത്രം ജലത്തെ ശേഖരിക്കുന്നുണ്ട്. അത് ആ മേഖലയിലെ സ്വാഭാവിക ഘടനയെ തകർക്കുന്നുമുണ്ട്. 3 മാസം അഭിനവമായ രീതിയിൽ ജലപ്രവാഹമെങ്കിൽ ബാക്കിയുള്ള കാലം പതിവിലും കുറഞ്ഞ അളവിലാണ് സിന്ധു നദി കടലിൽ പതിക്കുന്നത് എന്നാണ് കണക്ക്. 2040കളോടെ സിന്ധു നദിയുടെ ശേഷിയിൽ വീണ്ടും കുറവുണ്ടാവും എന്ന അനുമാനങ്ങളുമുണ്ട്. കാലങ്ങളായി അത് ഏതായാലും കുറഞ്ഞു വരികയുമാണ്. അങ്ങനെയെങ്കിലും ആവശ്യം കൂടുന്ന സന്ദർഭത്തിൽ ലഭ്യത ഇല്ലാതായാൽ വലിയ വലിയ പ്രതിസന്ധികൾ തന്നെ സൃഷ്ടിക്കപ്പെടുമല്ലോ. അത്തരമൊരു ഇടത്ത് ഇന്നല്ലെങ്കിൽ നാളെ വലിയ പ്രൊജക്റ്റുകളിലൂടെ ഇന്ത്യയുടെ നിയന്ത്രണങ്ങൾ കൂടി വന്നാൽ അത് പാകിസ്ഥാന് വലിയ തിരിച്ചടികൾ തന്നെ നേരിടേണ്ടതായി വരും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. പാകിസ്ഥാനിൽ ജനസംഖ്യയൊക്കെ വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ച് ജലലഭ്യത ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നത് സംശയമാണ്. ഈ സമയം ജലലഭ്യത വർദ്ധിപ്പിക്കേണ്ടതും കാലാവസ്ഥാ വ്യതിയാനം സ്വാഭാവിക ഘടനയെ മാറ്റിമറിക്കുന്നതുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നാം കാണുകയുണ്ടായി. അതിനെ തടയാനായി പാകിസ്ഥാനും
പല വമ്പൻ ഡാം പ്രൊജക്റ്റുകളുമൊക്കെ അവിടെ നിർമ്മിക്കാൻ ഒരുങ്ങുന്നതായി കാണാവുന്നതാണ്. ഏതായാലും സിന്ധു നദീതടവുമായി ബന്ധപ്പെട്ട ചർച്ചകളും പ്രശ്നങ്ങളും ഈ ഒരു രീതിയിലാണെങ്കിൽ തുടരുക തന്നെ ചെയ്യും എന്ന് പറയാം.